prestigious show of Flowers Family, Star Magic. ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത സ്റ്റാർ മാജിക്കിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. देखा न है सोचा न है रख दी निशाने पे जा कदमों में तेरे निकले मेरा दम है बस यही अरमा देखा न है सोचा न है रख दी निशाने पे जा कदमों में तेरे निकले मेरा दम है बस यही अरमा होले 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 अरे പ്രേക്ഷകർക്ക് സംശയമൊന്നും വേണ്ട, ഞാനിവിടെ അവതാരകനായിട്ടല്ല വന്നിരിക്കുന്നത്. 7 വർഷക്കാലമായി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയുടെ അണിയറ പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട എൻ്റെ ടീമിനെയും അഭിനന്ദിക്കാനാണ് പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അഭിനന്ദനം രേഖപ്പെടുത്തുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ടീമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ സംവിധായകൻ അനൂപ് ജോൺ, ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ടീം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ പില്ലറായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു കലാകാരിയെ ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Ladies and gentlemen, with a big round of applause, please welcome the very talented anchor Lakshmi Nakshatra. പ്രേക്ഷകരെ, ഒരു സത്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻട്രോ, അതും ഒരു വെൽക്കമിങ് എനിക്ക് കിട്ടണം കേട്ടോ. താങ്ക് യു സോ മച്ച് ജഗദീഷ് ചേട്ടാ. ഇറ്റ്സ് മൈ പ്ലഷർ. അപ്പോൾ നമ്മുടെ പിന്നണിയിൽ ഞാൻ ഇൻട്രോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ. ഓക്കെ കേട്ടോ, വല്ലപ്പോഴൊക്കെ വിളിക്കാട്ടോ എന്ന് എന്നോട് തോന്നുന്നു ഈ ഒരു ഇൻട്രോ ഉണ്ടപ്പോൾ. അപ്പോൾ ഒരു പവർ ഹൗസിനെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിട്ടുള്ളത്. ഏതായാലും ജഗദീഷ് ചേട്ടനൊരു വാം വെൽക്കമിങ് കൊടുക്കണമെങ്കിൽ നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സും കൂടെ ഈ ഒരു വേദിയിൽ എത്തണം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. ഞാൻ വീണ്ടും ചാനൽ മാറിപ്പോയി. 12 വർഷം ബാക്കിലേക്ക് പോയി. ദൈവത്തോർത്ത് മാർക്ക് കുറയ്ക്കല്ലേ സാറേ. അല്ല, ചേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? താഴോട്ടാണോ മുകളിലേക്കാണോ അവർ പോയി? ഇവരെല്ലാം വളരെ വളരെ മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം. നമ്മൾ ജഡ്ജായി ഇരുന്നിട്ട് ഇവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഇവരെ വിമർശിച്ചിട്ടുണ്ട്, ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെ ഉൾക്കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരാരും നന്നായില്ലെന്ന് ഒരു തരിയെങ്കിലും. അതെ, പക്ഷേ തങ്കച്ചൻ തമാശ പറഞ്ഞ തങ്കച്ചന്റെ പഞ്ച്, തങ്കച്ചന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പഞ്ചാണ്. അപ്പൊ തങ്കച്ചൻ നന്നായില്ലെന്നുള്ള തങ്കച്ചന്റെ പഞ്ച്. ഞാൻ യാഥാർത്ഥ്യം പറയണം. ഇപ്പൊ തന്നെ വാഴ എന്ന ചിത്രത്തില് ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞു. ഇവരെല്ലാരും വാഴ എന്ന ചിത്രത്തില് ഒരു രക്ഷകർത്താവായിട്ടാണ് ഞാൻ, വേറൊരു രക്ഷകർത്താവായിട്ടാണ് നോബി. അപ്പൊ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ആ സെറ്റിൽ ഞങ്ങൾ പങ്കുവച്ചു. സാറേ, ഇതില് സാറേ ഇവിടെ നോബിയാണ് നായകൻ, വാഴ എന്ന് പേരിട്ടുണ്ടാണ്.
സാറേ ഇവിടെ വാഴ തന്നെ ഏത്തവാഴ. പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എല്ലാം. നോബി അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോബിയെ ഞാൻ വിളിക്കുക വാഴയെന്നല്ല, മാൻപേട. അയ്യോ, ഞാൻ പെട്ടെന്ന് മരവാഴ എന്നാണ് കേട്ടത്. ഇത് മാൻപേടയല്ല, മാൻപേട്. എന്തായാലും ജഗദീഷ് ഏട്ടനാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ, എസ്പെഷ്യലി ഇന്നത്തെ എപ്പിസോഡിൽ കൗണ്ടേഴ്സ് കോമഡീസ് ഒക്കെ പറയുന്ന എല്ലാവരും ഒരു ഇത്തിരി പേടിക്കും. കാരണം ദ കോമഡി കിങ് is here. ഒരു വലിയ കൈഡിയോടുകൂടി ലെറ്റ്സ് വെൽക്കം ആക്ടർ, സ്ക്രീൻ റൈറ്റർ, സിംഗർ, ബാങ്ക് എംപ്ലോയി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ റാങ്ക് ഹോൾഡറും കൂടെ ആയിട്ടുള്ള ഒരു വ്യക്തി. എത്ര പേര് റാങ്ക്? ലക്ഷ്മി, വേറെ കാര്യമോ, ഒരു സംഭവം മനസ്സിലാക്കണം. ഈ കേട്ടിട്ടില്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. ചേട്ടൻ കുറെ നാൾ മാറിയെന്ന് ആര് പറഞ്ഞിട്ടായിരുന്നു? ഷോ ഡയറക്ടർ പറഞ്ഞിട്ട്. മോനെ, എനിക്ക് ജോലി ഉണ്ടടാ വേറെ. പത്രോടാകുമ്പോഴാണോ ജോലി? എന്തായാലും സ്റ്റാർ മാജിക്കിലേക്ക് ജഗദീഷ് ചേട്ടൻ വന്നത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ചേട്ടാ, നമ്മുടെ ഷോ കാണാറുണ്ടോ? ഈ മക്കളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു? മക്കളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ചില തമാശകൾ ചിലർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മിക്സഡ് ഒപ്പീനിയനാണ്. ചിലർ പറയും അത് ഗംഭീരമായി, തങ്കച്ചൻ്റെ ആ പെർഫോമൻസ് നന്നായി, അല്ലെങ്കിൽ നോബിയുടെ നന്നായി. ചിലർ പറയും അത് അത്ര ഏറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, നിങ്ങൾ നല്ല എഫേർട്സ് എടുക്കുന്നുണ്ട്. അതിനാണ് വലിയ കൈയ്യടി കൊടുക്കുന്നത്. ഒരു തമാശ അത് ക്ലിക്കാവുന്നില്ലേ എന്നുള്ളതല്ല, വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു പ്രേക്ഷകരെ രസിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ. ഞാനും ഇതേപോലുള്ള കോമഡികൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. സിനിമാ നടനായിരിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എല്ലാത്തിനും പ്രേക്ഷകർ ചിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ആ ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ തിരിച്ചറിയും. ചിരിച്ചില്ലെങ്കിൽ പോലും പോട്ടെ, കുഴപ്പമില്ല, അവർ ശ്രമിച്ചിട്ടുണ്ട്, ആ ശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. അതിനാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മൾ റെപ്പ് ചെയ്ത് സംസാരിക്കാൻ ഒരാള് ഇന്നേ ദിവസമാണ് വന്നെത്തിയത് അല്ലേ? ഇതുവരെ ആരും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. എന്ത് ഈ നിർദ്ദേശം? അതാണ് നന്നാവാത്തത്. അല്ലല്ല, തങ്കച്ചൻ തന്നെ, ഞാൻ തങ്കച്ചൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ട്. തങ്കച്ചൻ ചിലപ്പോൾ വളരെ ആലോചിച്ച് കണ്ടുപിടിച്ച് വരുന്ന ഒരു തമാശ ഏറ്റില്ലെങ്കിൽ തങ്കച്ചൻ ഇങ്ങനെ തിരിയുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്നെയാണ് കാണുന്നത്. ഞാൻ സ്കിറ്റ് അവതരിപ്പിച്ച് ഏക്കാത്ത ഒരു തമാശയിൽ എൻ്റെ വികാരമാണ് കാണുന്നത്. എങ്ങനെയാവും അങ്ങനെ അങ്ങനെ തിരിയാതെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മളോട് തന്നെ. അപ്പൊ അത് സിനിമയിൽ വന്നിട്ടുണ്ട്. ആ തമാശ അത്ര ഏറ്റില്ലല്ലേ എന്ന് ഞാൻ സിനിമയിൽ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ നിലവാരം കുറഞ്ഞ ചില തമാശകളും പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകന്റെ മനസ്സ് വായിച്ചെടുത്താണ്, മിമിക്സ് പരേഡിലാണ് ആ തമാശ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഐ വി ശശിയുടെ ഒരു പടം കിട്ടി. ഏത് സിനിമ? അതല്ല, വാരിക എടുത്ത് കാണിച്ചിട്ട് ഐ വി ശശിയുടെ പടം കിട്ടി. അപ്പൊ എല്ലാവരും ദേഷ്യത്തിൽ നോക്കും, ഇതാണോ വലിയ തമാശ? ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ തമാശ. ചേട്ടനോട് ചിലപ്പോഴൊക്കെ പറയുന്നുള്ളൂ, ഇവിടെ ഫുൾ ടൈം ചിലരൊക്കെ അടിച്ചോണ്ടിരിക്കും. ഞാൻ വിചാരിക്കായിരുന്നേ ചേട്ടനത് അന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്നും ഫ്രഷ് ആന്ന് പറഞ്ഞ പലരും. ആയിക്കോട്ടെ, സന്തോഷം. ഒരു കാര്യം പറയാം, പ്രേക്ഷകരോട് പറയാണ്, ഞാൻ ഇവരുടെ അഡ്വക്കേറ്റ് ആയിട്ട് പറയല്ല. തമാശ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സീരിയസ് സീൻ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ട് ഉണ്ടാവും. തമാശ എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും വരേണ്ടതല്ല, ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്. Once again, welcome all of you, and now you are watching Amritamani Hair Elixir presents Star Magic powered by Pittapallil Agencies. അപ്പോ ജഗദീഷ് ചേട്ടന്റെ ഈ ഒരു പ്രസൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു വൈബാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ വൺസ് അഗൈൻ ഒരു വലിയ കൈയടി. ഇതിൽ എത്ര പേർക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്? മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. അനുവിന് പ്രാക്ക് കിട്ടിയിട്ടുണ്ട്. അനുവിന് റാങ്ക് കിട്ടിയിട്ടുണ്ട്. കേക്കട്ടെ. തേപ്പിന്റെ റാങ്കും മാറ്റാൻ ഒരു ടാങ്കും കിട്ടിയിട്ടുണ്ട്. കുട്ടി ഇവിടുത്തെ അയൺ ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാ. ആർക്കൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ഡിസ്റ്റിങ്ഷൻ? ഡിസ്റ്റിങ്ഷൻ? ഒരു പ്രൊഫസറാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു റാങ്ക് ഹോൾഡറാണ്. അപ്പൊ ഇഞ്ചക്ഷൻ കൂട്ടുകാരുടെ റാങ്ക് കിട്ടി, അത് ഹോൾഡ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും ആരുടെങ്കിലും പറഞ്ഞു സാർ ഒരു ലെഫ്റ്റനന്റ് കേണൽ മേടിച്ചു ഇവനൊക്കെ കൊല്ലാൻ. എനിക്ക് റാങ്ക് കിട്ടില്ല, എനിക്ക് പ്രാങ്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, പ്രാങ്ക് അല്ല, എനിക്ക് വേറെ ഇവിടെ ഒരു ടാങ്ക് ഹോൾഡർ ഉണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രൊഫസറും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ചൂരിലെടുക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു. അത് കാരണം കൗണ്ടേഴ്സിന്റെ നിലവാരം നമ്മൾ അത് സൂക്ഷിച്ചിട്ട് വേണം എങ്ങനെ പറയണം എന്ന് ചിന്തിക്കാൻ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അഭിനയിക്കുന്ന സമയത്തെ നമ്മൾ ഈ
തമാശകളൊക്കെ അങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളായിട്ട് എങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനെ നമ്മള് ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോ? ആദ്യകാലങ്ങളിൽ ഇപ്പോൾ കുട്ടികൾ അങ്ങനെ കമന്റ് ഒന്നും പാസ്സാക്കിയിട്ടില്ല. ഞാൻ പല ടീച്ചറായിരുന്നോ? അത്യാവശ്യം ഫ്രീഡം കൊടുക്കും. എന്നാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സൈലൻസ് വേണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ പറയും അല്ലാതെയുള്ള ഇപ്പോൾ സിനിമാ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് തീരാറാകുമ്പോൾ ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ തരാം. അതല്ല, ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ബോർഡിൽ എഴുതിയിരുന്നു ഓടരുത് മാവ ആളറിയാം. എന്റെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 47 സ്കൂളിൽ ടീച്ചർ ചോദിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സുരാജേട്ടൻ വന്നപ്പോ ഇതേ ഡയലോഗാണ്. ജയസൂര്യ സാർ വന്നപ്പോ പറഞ്ഞു, ജയറാം സാർ വന്നപ്പോ പറഞ്ഞു, ദിലീപേട്ടൻ വന്നു. അത് പോട്ടെ, ഷക്കീല ചേച്ചി വന്നപ്പോഴും പറഞ്ഞു. സത്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിച്ചേക്കണത് ജഗദീഷ് ചേട്ടന്റെ കോമഡിയാണ്. ഓക്കെ, താങ്ക് യു. മട്ടന്നൂർ കോളേജിലായിരുന്നല്ലേ ജയചേട്ടൻ പഠിപ്പിച്ചോണ്ട്? തുടക്കം. അപ്പൊ ഈ കണ്ണൂരായിരുന്നോ താമസം ഉണ്ടായിരുന്നത്? മട്ടന്നൂർ കോളേജിൽ മാത്രം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ ഒരു ഹോസ്റ്റലാണുള്ളത്. ഞാൻ അന്ന് ബാച്ചിലറാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഈ വിവാഹിതരായിട്ടുള്ള അധ്യാപകരൊക്കെ നാടുകളിൽ പോകും. അപ്പോൾ ആ ദിവസം വിദ്യാർത്ഥികളുടെ കൂടെ ചേർന്ന് ഞാൻ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അധ്യാപകർ എന്നുള്ള മറന്നിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവരുടെ. ഓക്കെ, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഇൻഹരിയർ എന്ന സിനിമയ്ക്കകത്തെ ഈ കാക്കത്തൂറി എന്ന് പറയുന്നില്ലേ, അത് യഥാർത്ഥത്തിൽ കാക്കത്തൂറി എന്നാണോ അതോ പ്രോപ്പർട്ടി ആണോ? കാക്കയ്ക്ക് ഡേറ്റ് ഒക്കെ പറഞ്ഞ് എല്ലാം ചോദിക്കാം. ചോദ്യം തെറ്റൊന്നും. ഞാൻ ഒരു കാര്യം ആമുഖമായിട്ട് പറയാൻ തങ്കച്ച, നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്നാൽ ഈ ചോദ്യം കുറച്ച് കടന്നു പോയി. ഇനിയിപ്പോ വേറൊരു ഉത്തരം പറയാം. ഈ സിനിമയിലെ പ്രോപ്പർട്ടി ആയിട്ട് ഈ പറയുന്ന പോലെ ചാണകക്കുഴിയിൽ വീഴുന്നു. യഥാർത്ഥ ചാണകക്കുഴി ആയിരിക്കില്ല, പക്ഷേ ചാണകത്തിന്റെ അതേ ഫീലോട് കൂടിയുള്ള എന്തെങ്കിലും വസ്തുവൊക്കെ മിക്സ് ചെയ്ത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന ഒരു കുഴിയായിരിക്കും. പക്ഷേ അതിൽ വീഴുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ വളരെ ഡേഞ്ചറസുമാണ്. അതേപോലെ തന്നെ ഈ കാക്ക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കാക്ക കാഷ്ടിച്ചാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലായിരിക്കണം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റിയലായിട്ട് വിശ്വസിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതാണ് ആർട്ട് ഡയറക്ടറുടെ കഴിവ്. അത് മാത്രമല്ല ചേട്ടന്റെ എക്സ്പ്രഷനും അതും ഉണ്ട് അതിനകത്ത്. ഓക്കെ, ചെറുതിലേ തൊട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന ഒരാളാണ്. ജഗദീഷന്റെ ചെറുപ്പത്തിലെ സിനിമയിൽ എന്റെ ചെറുപ്പത്തിലെ കൊച്ചിലെ ആണെങ്കിൽ എനിക്ക് ആ മറ്റേ പാട്ടൊക്കെ നമ്മുടെ വാ കുക്കുവ, അതെ കൊച്ചിലെ അമ്മയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു മാറ്റവും ഇല്ല. എങ്ങനെയാ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളെ പോലെ ഉള്ളവരുടെ കൂടെ അല്ലേ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പം എനിക്ക് കിട്ടും. അതെ, കറക്റ്റാണ്. ഇവിടെയാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. അതായത് ചേട്ടന്റെ ഒരു ദിവസത്തെ റുട്ടീൻ എന്താണ് ഏട്ടാ? എന്റെ റുട്ടീൻ എന്നുള്ള അത്യാവശ്യം ഒരു മിനിമം എക്സസൈസ് ഞാൻ എൻ്റെ കാലത്ത് എത്ര മണിക്ക് എണീക്കും? അല്ല, അത് ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേക്കും. 9:30-10 മണിക്ക് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ചോദിക്കും ഷൂട്ടിംഗ് നൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കം ഒഴിയേണ്ടി വരും. ചിലപ്പോൾ വെളുപ്പിന് 5 മണി വരെയൊക്കെ പോയിട്ടുണ്ട്. അത് പിറ്റേ ദിവസം രാവിലെ എക്സസൈസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കൺട്രോളുണ്ട്. എൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷകരിലെ യുവതലമുറയ്ക്ക് വേണ്ടി ഒരു കാര്യം, ഇത് ഞാനൊരു എന്നെ സ്വയം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പറയല്ല, ഞാൻ മദ്യപിക്കാറില്ല, മദ്യപിച്ചിട്ടില്ല, പുകവലിക്കാറില്ല. അത് എന്നെ കണ്ടുപിടിക്കും. പക്ഷെ വേറെ സാറ് 5 മണിക്ക് എണീക്കും, തങ്കച്ച 3 മണിക്ക് എണീക്കും. എന്നിട്ട് 4 കോഴീനെ മോട്ടിച്ച് ചന്തയെക്കൊണ്ട് കൊടുത്തിട്ട് 7 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഭക്ഷണത്തിൽ എന്തെങ്കിലും ചിട്ടകളുണ്ടോ? ഭക്ഷണത്തിൽ അങ്ങനെ ചിട്ടകളൊന്നുമില്ല, പക്ഷെ ഫുഡൊക്കെ വളരെ മിനിമമായി. രാവിലെ എന്തോ കഴിക്കും? ഇന്നിപ്പോ ഇവിടെ വന്ന് ഈ ഫ്ലവേഴ്സിന്റെ അവര് നൽകിയ ഇടിയപ്പവും പീസ് കറിയാണ്. ചോറ് കഴിക്കാറുണ്ടോ? ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറ് അത്യാവശ്യം കഴിയും. ചോറ് മസ്റ്റൊന്നുമല്ല. ഏത് സ്ഥലത്ത് നിന്നിപ്പോൾ ഫാലിമി ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ചോറിനേക്കാളും കൂടുതൽ എപ്പോഴും റോട്ടിയും ചപ്പാത്തിയൊക്കെയാണ് കിട്ടിയത്. അതെനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല. കാരണം നാടൻ ചോറ് വേണം. അനുവിന് ചോറിന് മുമ്പ് ഇത്തിരി നാടൻ വേണം. അല്ലല്ല, അനുവിന്റെ ഫാമിലിക്ക് അതല്ല. തങ്കച്ചേട്ടൻ എന്ന് രാവിലെ ആട്ടും സൂപ്പ് വേണം, അത് നിർബന്ധമാണ്. അനുവിന്റെ ഫാമിലി അതല്ല. അനുവിന്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പായിരുന്നു. അങ്ങനെ ഗോതമ്പ് ഇഷ്ടപ്പെട്ട് വാറ്റി തുടങ്ങി. അങ്ങനെ ഗോതമ്പിട്ട് വാറ്റി. അല്ല, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാവരും അങ്ങോട്ട് മദ്യം കഞ്ചാവ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് പറയുന്നത് പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കരുത്. ഇവര് അതിൻ്റെ ഉപയോഗത്തിനെതിരായിട്ടുള്ള സന്ദേശമാണ് ഈ കളിയാക്കലിലൂടെ നൽകുന്നത്. അത് മറക്കരുത്. കച്ചവടം നിർത്താൻ പറയണ, മനസ്സിലായോ? അതല്ലാതെ ആ നീ കഞ്ചാവ് വലിക്കില്ലേ, നീ മദ്യപിക്കില്ലേ എന്നൊക്കെ രസത്തോട് പറയുമ്പോൾ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് തോന്നും എന്താണ് ഇവർ ഇതൊക്കെ ഗ്ലോറിഫൈ ആണോ, നമ്മുടെ തലമുറ എങ്ങോട്ടാണ്,
ഈ സ്റ്റാർ മാജിക്കാർ എന്താ കാണിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇതിങ്ങനെ കളിയാക്കുമ്പോൾ കളിയാക്കപ്പെടേണ്ട കാര്യമാണ് മദ്യപാനം, കളിയാക്കപ്പെടേണ്ട കാര്യമാണ് കഞ്ചാവ് വലി എന്നവര് ഉത്ബോധിപ്പിക്കുകയാണ്. ചേട്ടാ എന്നും പറയണം. എന്തായാലും ജഗദീഷ് ചേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ നേരത്തെ നമ്മുടെ പ്രസൻസിലല്ലാതെ പാട്ട് പാടി നമ്മളിങ്ങനെ കൂടെ നിൽക്കുമ്പോൾ കേൾക്കാൻ ഒരു ആഗ്രഹം. ചേട്ടാ ആ ഒരു വൈബോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ്. ആ ഒരു പഞ്ച് ആരെങ്കിലും ഇങ്ങോട്ട് പറയാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മനസ്സ് വായിച്ചു. അതുപോലെ ഒരാൾ കൂടെ ഈ ഫ്ലോറിലുണ്ട്. പക്ഷെ പുള്ളിയുടെ അടുത്ത് ആരും പറയാറില്ല. ശരി, അവസരങ്ങൾ വരും. ഞാൻ ഇതുപോലെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. വിഷമിക്കണ്ട, വരും. മണിവിളക്കു വേണ്ട, മുകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം, കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീല നിലാവുളി, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമി, അനുരാഗ പൗർണമി. ജഗദീഷേട്ടനെ കുറിച്ച് ഒരു പാട്ട് 30 സെക്കൻഡ് ഒരു പാട്ടുണ്ടാക്കി. സാർ ആദ്യം തന്നെ മോട്ടിവേഷൻ കൊടുത്തു. ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചു. പാട്ടുകാരി ഒരുമിച്ച് ചെയ്യാം. ശരി, ഓക്കെ. 30 സെക്കൻഡ് ഒക്കെ വലിയ അപകടമാണ്. കാക്കത്തൂറി എന്നാ തോന്നുന്നേ, കാക്കത്തൂറി എന്നാ തോന്നുന്നേ, കാക്കത്തൂറി എന്നാ തോന്നുന്നേ, കാക്കത്തൂറി എന്നാ. എത്ര സമയം പോകും? വന്നല്ലോ വന്നല്ലോ സ്റ്റാർ മാജിക്കിൽ ഞങ്ങളുടെ ഫ്ലോറിൽ ജഗദീശേട്ടൻ. വന്നല്ലോ വന്നല്ലോ സ്റ്റാർ മാജിക്കിൽ ഞങ്ങളുടെ ഫ്ലോറിൽ ജഗദീശേട്ടൻ. കോമഡി കിങ്ങാ ജഗദീശേട്ടൻ, സിമ്പിൾ മാനാ ജഗദീശേട്ടൻ. കോമഡി കിങ്ങാ ജഗദീശേട്ടൻ, സിമ്പിൾ മാനാ ജഗദീശേട്ടൻ. കാക്കത്തൂറി എന്നാ തോന്നുന്നേ, കാക്കത്തൂറി എന്നാ തോന്നുന്നേ, കാക്കത്തൂറി എന്നാ തോന്നുന്നേ. മാപ്പ് ചോദിക്കുന്നു സാർ. റഹ്മാൻജി ആയിരിക്കും. വിളിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ AR. ഹലോ. യെസ്. ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഒന്ന് പാടൂ. കാക്കത്തൂറി ആ വായി തുറന്ന് മുകളിലോട്ട് നോക്കിയില്ലടാ, ചിലപ്പോ കിട്ടും നിനക്ക്. പക്ഷേ ജഗദീഷ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണോ? ഒരാൾ ഒരു പാട്ട് പാടിയിട്ട് എന്നെ കുറിച്ച് പാടിയിട്ട് സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചേട്ടന് സന്തോഷം കിട്ടുമ്പോൾ നാട് മുഴുവനും ദുഃഖിക്കുന്നു എന്നുള്ള കാര്യം അല്ല ചേട്ടാ, അല്ല ചേട്ടൻ ചേട്ടൻ എന്തോ വലുത് വരായിരുന്നു, അത് ഇതിൽ അങ്ങനത്തെ. പക്ഷേ എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വൈബ്, അതൊരു വലിയ വൈബ് തന്നെയാണ്. വി ആർ സോ മച്ച് ഹാപ്പി. ഒരു വലിയ കൈഡിയോടുകൂടി നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് ജഗദീഷ് ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യാണ്. വി വെൽക്കം യു ചേട്ടാ, പ്ലീസ്. സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ആദ്യമായി ആക്ടർ ജഗദീഷ്.
പാട്ട് തീർന്നു, ഇനി കല്യാണം കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, പ്രായം കൊണ്ടായിരുന്നാലും വിഷയമല്ല. നിനക്കൊരു പെണ്ണും 2 മക്കളും. കാര്യം കൊള്ളാം, സുന്ദരനൊക്കെ ശരിയാണ്. മര്യാദയ്ക്ക് മുണ്ടുകൊടുക്കാൻ പഠിക്കേ. ഒരു സത്യം പ്രേക്ഷകർക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്താണ്? ഇന്നു മുതൽ ഇതെന്റെ പുതിയ കോംബോയാണ്. ഇതാണ് പുതിയ കോംബോ. ദുബായിൽ മൊത്തം വെള്ളമായി മഴ പെയ്തിട്ട് അത് എങ്ങനെ പ്രതിരോധിക്കും പറഞ്ഞ് അവരിയ്ക്കുമ്പോൾ അവൻ പുതിയ കോംബോയെ കണ്ടുപിടിക്കുന്നു. സത്യം പറ, നിന്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്? പിന്നെ കാശില്ലായിരിക്കും, എന്റെ എന്നുള്ള പൈസ ഉണ്ട്, ചാരാൻ വിറ്റ പൈസ ഉണ്ട്, അതിൽ ഒരുപാട് പൈസകളുണ്ടാ. ഇപ്പോഴാണ് ആ കോംബോ കറക്റ്റ് ആയത്. കുണുവാവ. അച്ഛൻ്റെ അടുത്ത് കുണുവാവകൾ സ്കൂളിൽ പഠിച്ച ഫോട്ടോ ഉണ്ടാന്ന് നോക്കണം. അതിന്റെ അറ്റത്ത് ഒരു മാമനെ കാണാം, തങ്കച്ച മാമ. എടാ തങ്കച്ച, നിന്റെ പ്രായമുള്ള ശാസ്ത്രജ്ഞന്മാര് പുതിയ റോക്കറ്റും ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോ നീ ഇപ്പോഴും കോംബോ. അല്ല, എന്താ ആദ്യത്തെ കോംബോക്ക് ഇപ്പൊ കമന്റിൽ വേറെ വാക്കുകളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊരു പുതിയ കോംബോ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ച്. അതെ, എന്റെ അടുത്തും കുറച്ച് പേര് പറഞ്ഞു ചേച്ചി നല്ലൊരു കോംബോ കണ്ടുപിടിക്കണോന്ന്. കണ്ടുപിടിച്ചു. നീ കണ്ടുപിടിച്ച കോംബോ അല്ല, ഒരു കോന്തനെ ഇല്ല, എനിക്ക് ഈ കോന്തൻ മതി. എനിക്ക് നല്ല കോന്തന. അല്ല, നല്ല കോന്തനം സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല, എനിക്ക് കോന്തനായാലും കുഴപ്പമില്ല. അയ്യോ, ഒരു കുടുംബം വഴിയാതാരായ 2 തീറ്റിപ്പരിവുള്ള 2 മക്കളുള്ളതാണ് അവന്. കാര്യമില്ല, പിണ്ണതൈലം വാങ്ങിച്ച് മടുത്തു. അതെ, കൺക്ലൂഷൻ കിട്ടാണ്ട് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം, കൈയടിച്ചിട്ട്. വരൂ ജഗദീഷ് ചേട്ടാ, ഈ ഒരു കോംബോനെ പറ്റിട്ട് എന്താണ് ചേട്ടാ അഭിപ്രായം? ഇവിടെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാ മാലിട്ടിരുന്നത്. ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക്, അത് മലയാളമായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, എല്ലാവരും, തെലുങ്കായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ അകമ്പടിയോടെ. അപ്പോൾ 50% ജോബ് ഇസ് ഡൺ. ബാക്കിയുള്ളത് അവര് കോമഡിയിൽ കൂടുതലും വർക്കായിരിക്കുന്നത് അവര് പ്രായത്തിനെ കളിയാക്കിയാണ്. തങ്കച്ചനെയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും അത് എന്നെ കളിയാക്കിയതാണോ? അപ്പൊ തങ്കച്ച വിഷമിക്കണ്ട, പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പറാണ്. വെറും നമ്പറാണ്, വെറും നമ്പറാണ്. പക്ഷെ ഈ പ്രായത്തിൽ ചീഞ്ഞ നമ്പർ അടിക്കണം അറിയാം. തങ്കച്ച, ഇവിടെ കമ്പനി ആലോചിക്കുന്നു കോംബോ മാറ്റണോ നിന്നെ മാറ്റണോ? അതിന്റെ ഇടയ്ക്ക് കോംബോ എങ്ങനെയുണ്ട്? കോംബോ എങ്ങനെയുണ്ട്? അല്ല, കുട്ടിയുടെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അല്ല, നമ്മുടെ തങ്കു ഇനി ഇഷ്ടപ്പെട്ടാണോ ഈ തീരുമാനം? ഇഷ്ടമാണ് ശരിക്കും. അടുത്ത എന്താ കാരണം? കാരണം തങ്കുച്ചേണ്ട ലുക്കും പിന്നെ തങ്കുച്ചേണ്ട കൊച്ചിന്റെ അമ്മ അവിടെ നിന്നോണ്ട് പറയുന്നത് അവളെ കൊഞ്ചിക്ക ഒരു അപ്പൂപ്പനെ നമുക്ക് വേണം. മക്കളെ ലുക്ക് നോക്കി ആരും സ്നേഹിക്കരുത് കേട്ടാ. അവള് ലുക്ക് നോക്കി സ്നേഹിക്കൂല, അവള് ബാങ്കിലെ അക്കൗണ്ട് നോക്കിയാ സ്നേഹിക്കുള്ളൂ. അതെ, എങ്ങനെയാണ് മോളുടെ റൊട്ടി? ചേട്ടനെ പോലെ കോമഡി പറയുന്ന ഒരാളായിരിക്കണം. വെരി ഗുഡ്. നന്നായിട്ട് ഡാൻസ് കളിക്കണം. ചേട്ടനെ പോലെയാണോ? ഞാൻ ഡാൻസ് കളിക്കുമല്ലോ. റൊട്ടീൻ അറിയാമോ? രാവിലെ വാദത്തിന്റെ ഗുളിക, ഉച്ചയ്ക്ക് തൈലം, വൈകുന്നേരം കഷായം. അതാണ് അവന്റെ റൊട്ടീൻ. എന്നാലും എനിക്ക് ഇഷ്ടമാണ്. കൊണ്ട് സൂക്ഷിക്കണം, വീട്ടിന്റെ അടുത്ത് വെറ്റക്കൊടി ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കും. അതൊക്കെ കൊച്ചു നോക്കിയോളൂ. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഡാൻസ് കോമഡി മാത്രം മതിയോ ജീവിതത്തിൽ? പിന്നെ സ്നേഹവും വേണം. മോളുടെ റൊട്ടി എന്താണ്? മോളുടെ റൊട്ടി എന്താണ്? ചേട്ടാ, എന്നെ നന്നായിട്ട് സ്നേഹിക്കണം. പിന്നെ നിന്റെ കാര്യം എന്റെ കാര്യം. ബീഡി വലിക്കാൻ പാടില്ല. ബീഡി ഞാൻ വലിക്കൂല. ഇല്ല, ബീഡി വലിക്കാൻ പാടില്ല. കള്ളു മാത്രമേ വലിക്കൂ. കള്ളു കുടിക്കാനൊന്നും പാടില്ല. പിന്നെ എന്താ പറയാ, ബീഡി വലിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ല. 3 നേരത്തിൽ 1 നേരം ആഹാരം തന്നാലും മതി. എവിടെ ചീന കോമഡി വരുന്നുണ്ട്. സുമേഷിന്റെ ഭാര്യയല്ലേ? ഹലോ, ഫോൺ കംപ്ലൈന്റ് ആണേ. സുഹൃത്തെ, അതിലിട്ട് കളിക്കില്ല, അത് കളിക്കാനുള്ള സാധനമല്ല കേട്ടോ. കൊച്ചിട്ട് പോ. ഈ കൊച്ചിനോട് ഫോൺ എടുപ്പിക്കല്ലേ.
അല്ല എന്തെന്നറിയാ നമുക്ക് എപ്പിസോഡിൽ എന്തെന്നറിയാ ബിനീഷ ഫോൺ എടുത്തതിന് ശേഷം ഈ ഫോൺ ഇപ്പൊ എങ്ങനെയാണ്? തങ്കച്ച ഒരു മിനിറ്റ്, ആ കുട്ടിയുടെ അടുത്ത് ചോര് അച്ഛൻ എന്താണ് ജോലി എന്നൊന്ന് ചോദിച്ചിട്ട് ബാക്കി തീരുമാനിച്ചു. ചോര് എന്താ ജോലി? ചോര് വാട്ട് ഇസ് ദ ഫാദർ വർക്ക്? അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. ഇനി ഒരു ആരാച്ചാരെ തപ്പിയാ മതി, ബാക്കി ഇപ്പോഴങ്ങ് കഴുത്തിലങ്ങിടാ, എന്നെ പിടിച്ചങ്ങ് പൊക്കിയാ മതി. എന്റെ ചേട്ടനും LLB പഠിച്ചോണ്ടിരിക്കുക. അതായത് അപ്പൊ ഒരാളെ 2 പ്രാവശ്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. കുടുംബത്തോടെ തൂക്കാനുള്ള പരിപാടിയാണ്. ചേട്ടനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. പോരെ, എനിക്കത് അപ്പൊ ജ്വല്ലറി കൊണ്ടേ വെക്കേണ്ടി വരും. ചേട്ടാ അഭിനയിക്കാൻ പോണ്ടേട്ടാ, ഞാൻ പൊക്കോളാം. എന്തിന് അഭിനയിക്കാൻ? ഇല്ലല്ല, ഞാൻ നിന്റെ അഭിനയം കാരണം കൊണ്ട് സീരിയൽ നിർത്തിയതല്ലേ. ചോദിക്കുന്ന അച്ഛൻ എന്താണ് ജോലി? അച്ഛന് അത് അഡ്വക്കേറ്റ് വാറ്റ്. എന്തായാലും സ്റ്റാർ മാജിക്കിൽ നമ്മളിതാ ഒരു ഗെയിമിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഇവരുടെ ചില ആഗ്രഹങ്ങളാണ് ഇവര് നമ്മൾ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവരുടെ ഇപ്പൊ സാധിച്ചേട്ടോ. ശരിക്കും ഗെയിമിന്റെ പ്രോപ്പർട്ടിയാണ് സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പൊട്ടുറുമീസിന്റെ പൂമാല. അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏണി ഉണ്ടല്ലോ, ഈ ഒരു ഏണി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഒരാൾ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാല മാക്സിമം കളക്ട് ചെയ്യുക. അറ്റ് എ ടൈം ഒരു മാല കളക്ട് ചെയ്യുക, താഴേക്ക് ഇറങ്ങുക. ഓപ്പോസിറ്റ് ടീമിലെ ഒരു മെമ്പറിന്റെ കഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. യെസ്, ഓപ്പോസിറ്റ് ടീമിലേക്ക്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആൾ ഇവിടെ നിന്ന് കയറുന്നു, വീണ്ടും ഒരു മാല. നമുക്ക് ഈ ഒരു ഏണി അല്ലെങ്കിൽ കോണി അങ്ങനെ ആയിരിക്കും പറയുക. നമുക്കിത് മാറ്റി മാറ്റി ഓരോ മാലയ്ക്കനുസരിച്ച് പൊസിഷൻ വെക്കാം. ബാക്കിയുള്ളൊരു ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടുത്ത മാല എടുക്കുക ആൻഡ് ഇവിടെ അടുത്ത ആളിലേക്ക് ഇടുക. അങ്ങനെ ഏറ്റവും ആദ്യം 3 മാല ഇട്ട് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. റെഡിയാണോ? ഇത് കണ്ട ഈ ഗെയിമിന് ഒരൊറ്റ പേരേ ഉള്ളൂ, കൊരകന്റെ കയ്യിൽ പോകുമാല. അങ്ങനെ ഇടായിരുന്നു, നമുക്ക് അത് വെച്ചൊന്ന് പിടിച്ച് കയറ്റായിരുന്നു. താഴെ വേട, ഇനിയെങ്കിലും വേട താഴെ. തങ്കു ശരിക്കും മൂഡഫായിട്ട് ആഗ്രഹിപ്പിച്ചു. ഇല്ല, മറ്റത് മതി, അത് അവൻ റെക്കോർഡ് ചെയ്ത് കണ്ടോളും. DP ഇടും ഈ ഫോട്ടോ മിക്കവാറും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പൊട്ടുറുമീസിന്റെ പൂമാല കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതാ അവിടെ എടുത്ത്. വെരി ഗുഡ് അനു. നാളെ കല്യാണം കഴിക്കാനല്ല, കഴുതയ്ക്ക് മാല ഇട്ടോല്ലുണ്ട്. തോട്ടമാണോ? അല്ല, ഇതൊന്ന് കാണാം, ഈ കുട്ടിത്തോരിക്കൊന്ന് കാണാം. തങ്കച്ചനെ ഇവിടുന്ന് മാറ്റണം, തങ്കച്ചന്റെ ലക്ഷ്യം വേറെയാണ്. അതെ, തത്തമ്മ ഏണി കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. എനിക്ക് ചുണയുള്ള ടീമിനെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമുണ്ട്. വർഷത്തിലൊരിക്കലും അങ്ങനെയൊക്കെ കിട്ടും. അതെ, 3 മാല ഇട്ടു ഇവിടെ. ഒരെണ്ണം കൂടെ ആവാം. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ 3 മാല ഏറ്റവും ആദ്യം ഇടുന്ന ടീമായിരിക്കും ജയിക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. റിയൽ ലൈഫിൽ മാല ഇട്ടിട്ടില്ലെങ്കിലും ഈ ഗെയിമിൽ മാല ഇട്ട് തങ്കുവിന്റെ ടീം അങ്ങോട്ട് പൊളിച്ചിരിക്കുകയാണ്. ഗുഡ് ജോബ്. ഞങ്ങളെ ടീം 4 മാല ഇട്ടു. 3 കഴുതയ്ക്കും 1 കാളയ്ക്കും. ഈ കഴുതയ്ക്കും കാളയ്ക്കൊക്കെ മാല ഇടാനാ യോഗമുള്ളൂ. ഈ ഒരു റൗണ്ടിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കുവിന്റെ ടീമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കു ആൻഡ് ടീം. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് കേട്ടോ. അടുത്ത റൗണ്ടിൽ ചില ആൾക്കാരെ കേരളൊക്കെ എനിക്കൊന്ന് കാണണം. ഭയങ്കര നോബി ഇത് ചെയ്യും, കാരണം നോബി
മരണക്കാരനുള്ള സൈക്കിളും മറ്റേ ബൈക്ക് അഭ്യാസം ചെയ്യാനോട് ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെന്താ നോബിച്ചേട്ടൻ കയറി കാണിക്കുമല്ലോ. എന്റെ നോബിച്ചേട്ടനെ പേടിയാന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ നോബിച്ചേട്ടൻ അങ്ങനെ ഒരു പേടിത്തൊണ്ടനല്ല. അല്ല. ഇപ്പൊ കണ്ടോ പോലും ബെൻസിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. കഴിഞ്ഞ ദിവസം ഒരു രാത്രി അതിലെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു പനയുടെ മേളിൽ മാട്ടം പൊക്കിയിരിക്കുന്ന ആളത് ചാരം കെട്ടി പെയിന്റ് അടിച്ചോണ്ട് എന്റെ അടുത്താണോ നീ? ബെൻസി ആ കണ്ണാടിയുടെ വൈപ്പർ ഒന്ന് ഓൺ ചെയ്യൂ. ഒന്ന് ഓൺ ചെയ്യൂ. സെക്കൻഡ് റൗണ്ട്. ഓ ഈ ഗിൽറ്റ് മുക്കിയ പാളയെ കൊണ്ടുവന്ന് അത് കൊള്ളാടേ, അത് കൊള്ളാം, അത് കൊള്ളാം. അനുവിന് ഇത്ര പേടിയാണോ? എനിക്ക് പേടി. നമുക്ക് അടുത്ത റൗണ്ടിൽ ഗെയിം കളിച്ച് കാണിച്ചു തുടങ്ങണം കേട്ടോ. അനു ഈ റൗണ്ടിൽ കളിക്കൂട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളെ തോപ്പിക്കാനാ. അനുവിനെ ഏണി കെട്ടിയിട്ട് പൊക്ക്. അതെ, അറ്റത്ത് വെച്ച്. ഓക്കെ ലക്ഷ്മി, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. പറയൂ. സൂസു വീണ്ടും ആ സീരിയല് തുടങ്ങിയാണ്. ശരിക്കും അതിലപ്പുറത്തൊരു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവൾ അതിനകത്തില്ല. എനിക്ക് സ്റ്റാർ മാജിക് ആണ് വലുത്. അപ്പൊ എനിക്ക് സ്റ്റാർ മാജിക് നിന്നാ മതി. ഇത് നിർത്താൻ പോണെന്ന് ഇനി എന്തിനു? സാരമില്ല, നമ്മുടെ ഷോ ഡയറക്ടർ വേറെ പ്രോഗ്രാം അനൂപ് ജനകീയ കോടതി ചെയ്യാൻ പോണു. അതില് വന്നിട്ട് എന്തിനു? ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിക്കോളാം. നീ ഇവിടുന്ന് വിട്ടുപോലല്ലേ? ഇല്ല, പോയില്ല. തുടങ്ങിയപ്പോഴേ പിന്നെ സ്റ്റാർ മാജിക്കിൽ ഇനി വരാൻ സമയം കിട്ടുമോ ചേട്ടാ, എനിക്കൊന്ന് അഡ്ജസ്റ്റ് ടൈമൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇപ്പൊ പായ് തലങ്ങനെ കൊണ്ടുവന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കാൻ. ജഗദീഷ് ചേട്ടാ, ഫസ്റ്റ് റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കോമ്പറ്റീഷൻ എന്ന നിലയ്ക്ക് ഓക്കെയാണ്, പക്ഷേ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തങ്കച്ചന്റെ ഗ്രൂപ്പിന്. കാരണം വെച്ചാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് മാലയിട്ട. കാരണം ആ ഓപ്പോസിറ്റ് ടീം കുറച്ച് സ്ലോ ആയതുകൊണ്ട് അപ്പൊ അവര് കുറച്ച് സമയം എടുത്തുകൊണ്ട് ഇവര് റിലാക്സ് ചെയ്തു. അത് ടക്കടക്കെന്നുള്ള ആ സ്പീഡ് കണ്ടില്ല. അത് നിങ്ങളുടെ റൂൾസ് അനുസരിച്ച് ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയായിരിക്കും ഇടയ്ക്ക് എന്തായിരുന്നാലും ജയിക്കും. അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്താണോ? അതാണ് അതിന് മറുപടി നമ്മളിപ്പോ കൊടുക്കും. 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പം അനു പേടിച്ചു. അല്ല, എനിക്കൊന്നേ പറയുള്ളൂ, അനു ഈ ടീമിന്റെ ഐശ്വര്യമാണ്. സത്യം. അപ്പോ പുട്രുമീസിന്റെ പൂമാല സെക്കൻഡ് റൗണ്ട് ഏത് ടീമായിരിക്കും ജയിക്കുക? നമുക്ക് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. എങ്ങോട്ട് ആരും കേറില്ലേ? കേറ്. ഞാൻ ചെല്ലേ. മാറി മാറി കയറി പിടിയടാ, പിടിയടാ. പഞ്ചായത്ത് മെമ്പറിന് സ്വീകരണം കൊടുക്കാനായി ഒരാൾ വന്നിരിക്കുമ്പോ നമ്മൾ സ്വീകരിക്കണം. സൂപ്പർ സ്റ്റാർ ശരവണനെ ഞാനൊന്ന് സ്വീകരിക്കണം. ആക്ടിങ് സൂപ്പർ സാർ. വലിയ പെരിയ ഫാൻ സാർ. സാർ ഞാൻ നിങ്ങളുടെ കൂടെ ടച്ചപ്പ് ബോയ് ആയിട്ട് പറഞ്ഞ സാർ. ഉങ്ങളെ നിറയെ കണ്ടിരിക്കും. நிறைய கார்னிவல்ல நீங்க சரவண சார் எங்க ஊர்ல வந்தாங்க. ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിനെയാണ്. അദ്ദേഹം തെറ്റി മാലയിട്ടത് കൊണ്ട് ഒരു പോയിന്റ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. എടാ ദ്രോഹി, നീ അങ്ങനെയൊക്കെ സംഭവിച്ചാ? Congratulations to Nobi Marcos and team. ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1-1 ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ടൈ ബ്രേക്കർ തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. പുട്രുമീസിന്റെ പൂമാല. ആരായിരിക്കും ആ പുട്രുമീസ്? ആരാണ് ഈ പൂമാല എടുക്കുക? നമുക്ക് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Oh.
നിങ്ങളൊരു ഫോട്ടോ എടുക്കണേ, പ്രൊഫൈൽ പിക്ചർ ആക്കാനാ. പതുക്കെ പതുക്കെ. കേറാ, ഒരാള് കേറാ. ഇത് ആരും പിടിച്ചില്ല, ഇയാരും പിടിച്ചില്ല. അല്ലല്ല ഇയാരും പിടിച്ചില്ല, അത് കേട്ടില്ല. Up, up, സൂക്ഷിച്ച്. ഇയാരും പിടിച്ചില്ല. ആഹാ. കൊണ്ടുവാ. ഇത് നമ്മളെ ആണി. അച്ഛാ, നിങ്ങളെ ആണിയത്. അയ്യോ, ഇയാളെ പിടിച്ചില്ല. ഇത് ഞാൻ തിരക്കാം. പിടിയിട്ടേ Good job. ശരിക്കും ഏണി പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ചോദിച്ച് എണി മേടിച്ചു. അല്ല, ഒരു ഏണിയിൽ പിടിച്ചില്ല. ഐശ്വര്യ പകുതി കയറി. ഞാൻ പറഞ്ഞു ഇതിൽ പിടിച്ചില്ലെന്ന്. നേരത്തെ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇല്ലല്ലോ? ഇല്ല, ആരും എന്റെ ടീമിൽ പിടിക്കുന്നില്ല. അപ്പൊ അവര് പിടിച്ചേർന്നുണ്ടല്ലോ. അതായത് ഞങ്ങളുടെ ഔദാര്യം. ഹലോ, ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ പൈസ കൊടുത്ത് ഒരു കെട്ടുകാളെ വാങ്ങിച്ചിട്ടുണ്ട്. കൊമ്പില്ലാത്തൊരു കാളെ. ഇന്ന് ആരെന്തോ കണിയുണ്ടോ? 3 വാർദ്ധക്യ വിവാഹം കണ്ടു ഞാൻ. ശരി, എത്ര മാലയുണ്ട് ഓൾ ടോട്ടൽ? ടീമിന് എത്ര മാലയുണ്ട്? 4. ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കു വിതുരല്ല, നോബി മാർക്കോസ് ആൻഡ് ഏണി പിടിച്ചു കൊടുത്തു ഞങ്ങൾ. സുമേഷ് ഇതിനകത്ത് എല്ലാത്തിനും മാലയിട്ട്. ജഗദീഷ് ചേട്ടാ, ഓൾ ടോട്ടൽ നമ്മളൊരു ടോട്ടാലിറ്റി നോക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? ഈ ഫൈനൽ റൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് കൊടുക്കാതെ രണ്ട് ടീംസും നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. ഓടി ഓടി വന്നതും അതൊക്കെ നമുക്ക് ഒരു രസം, ത്രില്ല് എല്ലാം പ്രൊവൈഡ് ചെയ്തെന്നുള്ളതാണ്. പക്ഷെ അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ടായില്ല സാർ. ചേച്ചി മെസ്സേജ് ഉണ്ട്. അത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിരുന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതാണ് മെസ്സേജ്. അല്ല, വേറെ സംഭവം അറിയുമോ? പിന്നെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജിന് 10 രൂപയായിരുന്നു. അന്നും ജഗദീഷ് ചേട്ടൻ എത്രയോ മെസ്സേജ്, കോടിക്കണക്കിന് മെസ്സേജ് പ്രേക്ഷകർ കൊടുത്ത ആളാണ്. വേറെ മെസ്സേജും ഉണ്ട് ഇതില്. ഈ നോബി പറഞ്ഞില്ലേ ഇതേപോലെയൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ. നമ്മൾ ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരൊക്കെ തന്നെ ജീവിതത്തില് അവര് ഒരുപാട് അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അത് ചിരിപ്പിക്കുമ്പോഴും പ്രേക്ഷകർ മനസ്സിലാക്കണം, അവര് നിത്യജീവിതത്തിൽ ഇതേപോലെ എപ്പോഴും ചിരിയല്ല. അവരുടെ ഒരുപാട് വിഷമങ്ങളുടെ കയ്പുനീരും ഒക്കെ ഇറക്കിയിട്ടാണ് ഇവിടെ ചിരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകരായ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാം. മെസ്സേജിന്റെ കാര്യം ഇവിടെ നിർത്തണം. രാത്രി ഒരൊറ്റ പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു നോബി ചേട്ടൻ. ഇനി അടുത്തതായിട്ട് ചാട്ടാന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ചേട്ടാ, ഇതിൽ ജയിച്ച അപ്രിസിയേഷനും തോറ്റ ടീമിന് ഒരു പണിഷ്മെന്റ് ടാസ്ക് ഉണ്ടാവാറുണ്ട്. ആസ് യൂഷ്വൽ നമ്മളൊരു ചാട്ടയുടെയാണ് കൊടുക്കാറ്. പക്ഷെ ഇന്നൊരു പ്രൊഫസർ ഇരിക്കുമ്പോൾ നമ്മൾ പ്രൊഫസറിന് മുന്നിൽ വെച്ച് ശരിയല്ല. ശരിയാണ്, ഒരിക്കലും അത് അനുവദിക്കില്ല. അടിക്കാനുള്ള റൈറ്റ് പ്രൊഫസർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ടാസ്ക് നമ്മൾ കൊണ്ടുവരാണ് കേട്ടോ. അതായത് തോറ്റിട്ടുള്ള ടീമിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്നേഹം. അപ്പൊ ചാട്ട മാറ്റിയിട്ട് നമ്മുടെ പണിഷ്മെന്റ് ടാസ്ക് കുറച്ചും കൂടെ ഒന്ന് ഈസി പീസി ആക്കി കൊടുക്കുകയാണെ. നിങ്ങളുടെ ഇഷ്ടം, അതാണ് നമ്മുടെ ഇഷ്ടം. അതായത് ചേട്ടാ, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ഓപ്പോസിറ്റ് ടീമിനുള്ള ടാസ്ക് ആണ്. ഇത് കംപ്ലീറ്റ് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് അൺവീൽ ചെയ്ത് കാണിച്ചു തരും. ഓപ്പോസിറ്റ് ടീമിൽ നിന്ന്, ജയിച്ച ടീമിൽ നിന്ന് ഒരാള് ബാക്കിൽ വന്ന് നിന്നിട്ട് ജസ്റ്റ് തൊടും. അവർക്ക് അറിയില്ല ഇത് എന്താണെന്നുള്ളത്. ഓക്കെ, ടാസ്ക് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഓക്കെ ജഗദീഷ് ചേട്ടാ, വിത്ത് യുവർ പെർമിഷൻ നമുക്ക് നോക്കാം. സിമ്പിൾ ടാസ്ക്. അയ്യോ, മലയാളമല്ല. ആദ്യത്തെ ടാസ്ക് നിങ്ങൾ കണ്ടു. രണ്ടാമത്തെ ടാസ്ക് ആൻഡ് ദ തേർഡ് വൺ. ഓക്കേ, അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാസ്ക്. ഇത്രേ ഉള്ളൂ സംഗതി. ഞാൻ നോബി ചേട്ടനെ വിളിക്കാൻ കേട്ടോ. നോബി ചേട്ടാ, എന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട്.
അത് ഞാൻ കൊടുക്കാം. നോക്കട്ടെ, നമുക്ക് ഏതാണ് നോക്കാൻ. അല്ല തങ്കച്ച, വേണ്ട വേണ്ട ഇത് വേണ്ടല്ലോ നിനക്ക്. ഏതായിരുന്നാലും മതി. ഇത് നിനക്ക് വേണ്ടല്ല. വേണ്ട 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 വേണോ വേണ്ടേ? വേണ്ട. എന്നാ പിന്നെ ഇത് തരൂല. അല്ല അത് വേണം. ഇത് വേണോ? ഒട്ടും വേണ്ട. വേണ്ടേ? ഏത് എന്നാ പിന്നെ ലക്ഷ്മി, നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇതല്ല, 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 ഇത് അല്ല, ഇത് മതി. എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും ഫ്രണ്ട് ഇതാ ഇത് മതി. ഉറപ്പിച്ചാ? അവിടെ ഇപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ തങ്കുവിന് ഇഷ്ടപ്പെടും അത്. ആരളവാണ് ഞാൻ എടുക്കേണ്ടത്? അല്ലല്ല, കാര്യം എന്താന്ന് പറയട്ടെ. എനിക്ക് മനസ്സിലായി. അതായത് നോബിച്ചേട്ടൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അളവെടുക്കലാണ്. ആർക്ക് കളവെടുക്കാൻ ഇഷ്ടമാണ്? അളവ് അങ്ങനെയൊന്നുമില്ല. എന്റെ ഈ ഒളിഞ്ഞു നോക്കണേ കാര്യം അനുവിന്റെ അളവെടുക്കാൻ എളുപ്പമാണ്. എളുപ്പാണ്. ആരടിയല്ലോ, ഒരു ചാണിങ്ങനെ അടിച്ചാൽ. ശരി, അപ്പം തങ്കുവിന് ആരെയാണോ ഇഷ്ടമുള്ളത് അവരെ അളവെടുത്തോട്ടെ അല്ലേ? ഓക്കെ. അഭിതാ വെച്ചിട്ടാണല്ലോ. എല്ലാരും വരും. അപ്പോ നിങ്ങൾക്ക് അളവെടുക്കാനുള്ള ആ ഒരു ഉപകരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അളവെടുത്തോ? വിളവെടുക്കരുത് കേട്ടോ. ഓക്കെ. നമുക്ക് തോറ്റാ മതി. പൊതുവെ നമ്മൾ എങ്ങനെ അളവെടുക്കുക? പല രീതിയിലും ഇപ്പൊ ഷർട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ അവര് ഇതിന്റെ ഷോൾഡർ ടു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അല്ലേ? അതെ, ടേപ്പ്. ശരി, അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇതാവുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടാണ് ഇത്. എടുത്തോളൂ. തങ്കു ചെയ്യും. ഭയങ്കര അമ്മച്ചി, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ പറഞ്ഞേ? ഒരാഴ്ച എടുക്കും. തീപ്പെട്ടിക്കൊള്ളിച്ച് എവിടെ എല്ലാവർക്കും കൊടുക്കൂ. എല്ലാരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നേ. ആ ബീഡി കയ്യിലുണ്ടല്ലോ. തീപ്പെട്ടിക്കൊള്ളി കൊടുക്കണം. ഇനി എന്തിന്റെ അളവാണ് എടുക്കണ്ടേന്നും കൂടെ ഉള്ളത് പറഞ്ഞുതരാം. ഇതിന്റെ അളവെന്ന് പറയുമ്പോ മൂക്കിന്റെ. എന്തിന്റെ? തങ്കുന്റെ പ്രതീക്ഷകൾ മുഴുവൻ സങ്കല്പ സൗധങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാ എത്ര സർപ്രൈസ്? നമ്മൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് 12K തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ചാനലിനേക്കാൾ ഞങ്ങൾ അഹങ്കാരത്തോടെ പറയും ഞങ്ങളുടെ ഫ്ലോർ ആണ് വലുതെന്ന്. പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കളയാ. മൊത്തം ഈ ഫ്ലോർ മൊത്തം അറ്റത്തുനിന്ന്. ചേട്ടാ, എവിടെ തുടങ്ങണം? നമുക്ക് വീട്ടിൽ പോയി ഉണ്ടിട്ട് വരാം. അളവെടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു മുഖത്തൊരു പ്രസാദം. തങ്കച്ചോ, എടാ എത്ര ക്യാരക്ടറിന്റെ പ്രാക്ക് കൂടെ കിടപ്പുണ്ടെന്ന്. ശരി, അപ്പൊ ഫ്ലോർ വലുതാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഇവര് ജോലി എടുക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ശീലമില്ല. അത് കാരണം ഫ്ലോർ നമ്മൾ ഒന്നും കൂടെ അളവെടുക്കണം എന്ന് ചുരുക്കി തരികയാണ്. ഇവിടം മുതൽ തവിടം വരെ. ലക്ഷ്മി, അളവെടുക്കാൻ പറഞ്ഞപ്പോ തങ്കച്ച ഇവിടെ ഐശ്വര്യയുടെ പറഞ്ഞു നിനക്ക് ഹാഫ് കൈയാണ് ചേർന്നത്. 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ഒരേ കറക്റ്റ് ആയിട്ട് ഒരുപോലെ. അളവ് കേറ്റി അളക്കാൻ പാടില്ല. അതെ, നമ്മുടെ ആ ടീം കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞിന് ചാട്ടയുണ്ട്. ഈ തങ്കച്ചന് ഒരു അളവ് കൊടുക്കണം. 60 വയസ്സായി. കുട്ടിന്റെ ചർച്ചയ്ക്ക് പ്രശ്നമുണ്ട്. എടാ 10 വരുമ്പോ അവിടെ മാർക്ക് ഇടണം. കാര്യം പിന്നീട് തെറ്റും നിനക്ക്. അയ്യോ, തെറ്റി. തെറ്റി ഒന്നും വാ. ആദ്യം പോലെ തെറ്റി. ആദ്യം പോലെ തങ്കച്ച കമ്മലിന്റെ ആണി നോക്കും പോലെ. എത്ര ജസീല? 55. ഓക്കെ, എനിക്കൊള്ളൂ. കണ്ടിന്യൂ. അതെങ്ങനെയാണ് അവിടെ വരെ 40 വേണം? ഇവിടെ എത്തും 53 ആയില്ലേ? അതാണ് 124. അതെങ്ങനെയാ ഇവിടെ 55? അത്രയൊന്നും അറിയില്ല. 68. വയസ്സല്ല ചോദിച്ചത്, കറക്റ്റ്. ഹലോ, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? നമുക്ക് റിവ്യൂ ഒക്കെ എടുക്കാം. അവരവരുടെ കാര്യം ചെയ്യട്ടെ. അവസാനത്തെ ഈ അളവ് ഒരുപാട് പ്രതീക്ഷകൾ തങ്കച്ചന് കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഈ അളവെടുക്കുന്നതെന്ന് പറയുന്നത് സിനിമയിൽ തന്നെ നല്ല കോമഡി വിഷയമാണ്. ഇപ്പം ഭാസി സാറും ബഹദൂർക്കയൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ പേരിന് അളവെടുക്കുന്നത് നല്ല കോമഡി കാഴ്ചകളാക്കി മാറ്റിയിട്ട് അളവെടുക്കുമ്പോൾ അവരുടെ നായികമാരെ നാണിക്കുന്നതും അദ്ദേഹത്തെ സ്പർശിക്കാൻ ഒരു അവസരം കിട്ടുന്നത് വിനിയോഗിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സീനാണ് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചത്. ആഗ്രഹത്തിനപ്പുറം അതാണ് വിചാരിച്ചത്. മെഷർമെന്റ് എന്നുള്ള രീതിയിൽ അളവെടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അളവെന്ന് പറയുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ പഞ്ചുണ്ട് ഇതില്. ഫിസിക്കലി ഒരു ശിക്ഷയും കൂടെയാണ്. കാരണം തങ്കച്ചനൊക്കെ കിടന്നാണ് അളവെടുക്കുന്നത്. അപ്പൊ എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൽ പരാജയപ്പെട്ട ടീമിനുള്ള ശിക്ഷയിലും നല്ല ഒരു നോവൽറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹാപ്പിയാണ്.
അതേപോലെ പ്രേക്ഷകർ ഹാപ്പി ആയിരിക്കണം. തങ്കച്ച നടക്കട്ടെ, സംഭവം നടക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോയിനിങ് us. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിതാ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള കുറെ ഫ്രഷ് പുതുമകളുമായിട്ട് ടാസ്കുകളുമായിട്ട് മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരും. ചിരിച്ചിട്ടൊരു ഗുഡ് നൈറ്റ്. അളവെടുത്തോ.